മലപ്പുറം ജില്ലയിൽ നിരവധിയിടങ്ങളിൽ മുന്നണികൾക്ക് തലവേദനയായി വിമത സ്ഥാനാർത്ഥികളുണ്ട്. ഇരു മുന്നണികളുടെയും ശക്തി കേന്ദ്രങ്ങളാണ് വിമത സ്ഥാനാർത്ഥികളെ കൂടുതലായി നമ്മൾ കാണുന്നത്. UDF-ൽ കൂട്ടപത്രിക നൽകിയ തലക്കടത്തൂരും പള്ളിക്കൽ പഞ്ചായത്തിലും ഒരാൾ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ പത്രിക പിൻവലിച്ചത് UDF-ന് ആശ്വാസമായിട്ടുണ്ട്. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം. അഷ്കർ അലി കരിമ്പ, സംസ്ഥാനത്തെ തന്നെ റെക്കോർഡ് വിമത ശല്യമായിരുന്നല്ലോ അവിടെ നേരിട്ടിരുന്നത്. 9 പേർ പത്രിക നൽകിയതാണ്. അതിലിപ്പോൾ എത്ര പേർ പിൻവലിച്ചു? എന്താണ് ഈ മത്സര ചിത്രം അവിടെ ഇപ്പോൾ? സുജയ, നിരവധി ഇടങ്ങളിൽ ഇപ്പോൾ വിമതശല്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് സ്ഥാനാർത്ഥി ചിത്രം തെളിയുമ്പോഴുള്ള സാഹചര്യം. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ 2 തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പത്രിക സമർപ്പണമുണ്ടായ 2 വാർഡുകളിലൊന്ന് പള്ളിക്കൽ പഞ്ചായത്തിലെ കൂട്ടാലിങ്ങൽ വാർഡാണ്. അവിടെ 12 വാർഡിലേക്ക് UDF-ന്റെ 9 സ്ഥാനാർത്ഥികളാണ് പത്രിക നൽകിയിരുന്നത്. അതിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥി ആരാണെന്ന് പ്രഖ്യാപിക്കാൻ പോലും പാർട്ടിക്ക് കഴിയാത്ത സാഹചര്യമുണ്ടായിരുന്നു. എന്നാലും ഏറ്റവും അവസാനം ഉച്ചയ്ക്ക് 2 മണിയോടെ പാർട്ടി തീരുമാനമെടുത്തു. അവിടെ പഞ്ചായത്ത് അംഗം കൂടിയായിട്ടുള്ള KP സക്കീർ പാർട്ടി ചിഹ്നത്തിൽ ഔദ്യോഗികമായി മത്സരിക്കും. അവിടെ ഉണ്ടായിരുന്ന 7 സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിച്ചിരിക്കുന്നു. അപ്പോൾ വിമതനായി ഒരാൾ, നിലവിലെ അവിടുത്തെ മെമ്പർ കൂടിയായിട്ടുള്ള ലത്തീഫ് കൂട്ടാലിങ്ങൾ അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ളതാണ് അവിടുത്തെ ചിത്രം. മറ്റൊന്ന് താനൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ തലക്കടത്തൂർ ഡിവിഷനിലായിരുന്നു UDF-ന്റെ 4 സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയിരുന്നത്. അതിൽ 3 കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളും പത്രിക പിൻവലിച്ചിരിക്കുന്നു. അവിടെ ചൗക്കത്ത് അലിയാണ് ഇവിടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായുള്ളത്. അതേപോലെ തന്നെ പൊന്നാനി നഗരസഭയിലും 9 പേർ പത്രിക നൽകിയെങ്കിൽ അതിലിപ്പോൾ 7 പേർ പത്രിക പിൻവലിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു സമാധാനമാകുന്ന സാഹചര്യമായിട്ടുണ്ടെന്നാണ് അഷ്കർ അലി പറയുന്നത്. അപ്പോൾ